പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, എന്റെ കർത്താവേ, നല്ല സമയത്തനായ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എത്ര പേര് എത്ര ദിവസം ഈ ലോകം കാണാതെ മാറ്റപ്പെട്ടപ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് നല്ല സാവകാശത്തെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ കാലം മുഴുവൻ ഞങ്ങൾ ജോലിയിലായിരുന്നപ്പോൾ, യാത്രയിലായിരുന്നപ്പോൾ, ഭവനത്തിലായിരുന്നപ്പോൾ വലിയ സാന്നിധ്യം എന്റെ ദൈവമേ ഞങ്ങൾ അനുഭവിച്ചു. കർത്താവേ, കഴിഞ്ഞ കാലം ഞങ്ങളുടെ നോട്ടം, ചിന്താഗതി, പ്രവൃത്തി, സംസാരത്തിൽ കൊടുക്കൽ വാങ്ങൽ എന്റെ കർത്താവെ അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളോട് വാസ്തവമായി ക്ഷമിക്കണമേ. കർത്താവേ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരമുണ്ട് വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരം ഒന്നും മറക്കരുത്. എന്റെ ദൈവമേ, ഞങ്ങളുടെ വചനം പരന്നപോലെ ഈ നാളുകൾ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വചനം പറയുന്ന 2 or 3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലും അങ്ങയുടെ സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ. കർത്താവേ, അങ്ങയുടെ കർത്താവ് വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനാൽ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എന്റെ ദൈവമേ, കർത്താവിന്റെ ആരാധനയ്ക്ക് കർത്താവെ കൂടി വന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ കൊടുത്ത വാഞ്ചയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എന്റെ ദൈവമേ, യാത്രയായി പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, എത്ര പെട്ടെന്ന് എല്ലാവരും അങ്ങ് കൂട്ടി വരുത്തണമേ. കർത്താവെ, ജോലിയിലായിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഭവനത്തിലായിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ദൈവമേ, ഞങ്ങളുടെ സാന്നിധ്യം, കൃപയും കർത്താവെ അവരുടെ മേൽ ഉണ്ടാകണമേ. ഹല്ലേലൂയ. എന്റെ ദൈവമേ, ഇന്നത്തെ ആരാധന അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വർഷിപ്പ് ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലീഡ് ചെയ്യുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്ന ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന. കർത്താവെ, ഞങ്ങളെല്ലാവരും ആത്മാവിൽ ഒരുമനപ്പെട്ട കർത്താവെ അങ്ങേ സ്തുതിക്കുവാൻ, പാടുവാൻ എന്റെ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, എന്റെ ദൈവമേ, കർത്താവെ, ആരാധനയിൽ ജയമുണ്ട്, വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. കർത്താവെ, ഇതെല്ലാം ഇന്ന് പ്രാപിക്കും. കർത്താവെ, വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന. കർത്താവെ, എന്റെ ദൈവമേ, പരിശ്രമം മാറുന്ന കർത്താവെ, നന്ദിയോടെ എന്റെ ദൈവത്തെ സ്തുതിക്കുവാൻ അങ്ങ് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, നല്ല സങ്കീർത്തനങ്ങൾ ഞങ്ങൾക്ക് തരണമേ. സംസാരിക്കുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. അങ്ങ് ആലോചന കൊടുക്കുന്നതിനായി വാഴ്ത്തുന്നു. കർത്താവെ, ഭയമില്ലാതെ, പേടിയില്ലാതെ കർത്താവെ പറയുവാൻ കർത്താവെ സഹായിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ സെഷൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ പറയുന്ന ഓരോ വാക്യങ്ങൾ, കർത്താവെ പാടുന്ന പാട്ടുകൾ അവരുടെ ജീവിതത്തിലും അനേകരുടെ ജീവിതത്തിലും ഒരു ബ്ലെസ്സിംഗ് ആയി മാറുന്ന നാൾ വാഴ്ത്തുന്നു. കൊടുത്ത ടാലൻസിനായി വാഴ്ത്തുന്നു. കർത്താവെ, എന്റെ ദൈവമേ, അങ്ങ് ഇനിയും വളർത്തണമേ. കർത്താവെ, ഹല്ലേലൂയ. എന്റെ ദൈവമേ, നല്ല സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, എന്റെ ദൈവം ചെയ്ത നന്മകളെല്ലാം ഓർത്ത്, നടത്തിയ വഴികളെല്ലാം ഓർത്ത് സാക്ഷീകരിക്കുവാൻ ജനത്തെ അങ്ങ് സഹായിക്കണമേ. കർത്താവെ, എന്റെ ദൈവം നല്ല വചനം നിങ്ങൾക്ക് തരണമേ. കർത്താവെ, ഞങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ സഹായിക്കണമേ. കർത്താവെ, എന്റെ ദൈവമേ, ആലോചന കേൾക്കുവാൻ കർത്താവെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തന്നെയെല്ലാം നന്മകൾ യേശുവിന്റെ പുനരക്തത്താൽ മുദ്രയിടുന്നു. ഈ ആലയം ചുറ്റും മുഴുവൻ ദൂതന്മാർ കാവലുണ്ടാണമേ. കർത്താവെ, പ്രാർത്ഥനയുടെ ആരംഭം മുതൽ അവസാന സെഷൻ വരെ പരിശുദ്ധാത്മാവെ അങ്ങ് നിയന്ത്രിക്കുന്ന നാൾ വാഴ്ത്തുന്നു. എല്ലാം അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. രാജ്യം രാജ്യങ്ങളോട്
വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൽ താമസമേറെയില്ല. ആകാശത്തിൽ ശക്തിയിളകുന്നതാ ഭൂമിയിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൽ ശക്തിയിളകുന്നതാ ഭൂമിയിലെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം പേടിച്ചു നിർവീര്യമായിരുന്നു ഒരു നീളം. ജനം പേടിച്ചു നിർവീര്യമായിരുന്നു ഒരു നീളം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൽ താമസമേറെയില്ല. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ, ദൈവശക്തി തെളിയിച്ചവരോടിടുന്നേ. ബുദ്ധിമാന്മാർ പലർ ലോകമോഹങ്ങൾക്കധീനരായിത്തീരുന്നതാ ഒരു നീളം. ലോകമോഹങ്ങൾക്കധീനരായിത്തീരുന്നതാ ഒരു നീളം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൽ താമസമേറെയില്ല. മേഘാരൂഢനായി വന്നിടുവേ, 10,000 പേരുടെ സുന്ദരൻ താൻ. മേഘാരൂഢനായി വന്നിടുവേ, 10,000 പേരുടെ സുന്ദരൻ താൻ. തന്റെ കോമളരൂപം കൊണ്ടാനന്ദിപ്പാൻ ഒരു നീളം. തന്റെ കോമളരൂപം കൊണ്ടാനന്ദിപ്പാൻ ഒരു നീളം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൽ താമസമേറെയില്ല. ഓ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൽ താമസമേറെയില്ല. യുദ്ധങ്ങൾ ശാപങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിടുമ്പോൾ. യുദ്ധങ്ങൾ ശാപങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യങ്ങളോടത്ത് തുടങ്ങിയല്ലോ ഒരു നീളം. രാജ്യങ്ങളോടത്ത് തുടങ്ങിയല്ലോ ഒരു നീളം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. വരുവാനിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൽ താമസമേറെയില്ല. കൊട്ടാരങ്ങൾ തുടങ്ങി തോന്നി വരെ ജനം കണ്ണോടിൽ താഴ്വരയിൽ അല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി തോന്നി വരെ ജനം കണ്ണോടിൽ താഴ്വരയിൽ അല്ലയോ. ഒരു സ്വസ്ഥതയുമില്ലേ മനുഷ്യർക്കില്ലേ ഒരു നീളം. ഒരു സ്വസ്ഥതയുമില്ലേ മനുഷ്യർക്കില്ലേ ഒരു നീളം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൽ താമസമേറെയില്ല. വിശുദ്ധിയെ ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൽ താമസമേറെയില്ല. ആകാശത്തിൽ ശക്തിയിളകുന്നതാ ഭൂമിയെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ഓ ആകാശത്തിൽ ശക്തിയിളകുന്നതാ ഭൂമിയെന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം പേടിച്ചു നിർജീവരായിരുന്നു ഒരു നീളം. ജനം പേടിച്ചു നിർജീവരായിരുന്നു ഒരു നീളം. ഓ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. വരുവാനിൽ താമസമേറെയില്ല. ഓ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൽ താമസമേറെയില്ല. ബുദ്ധിമാന്മാർ പല വീണിടുന്നേ, ദൈവശക്തി തെളിയിച്ചവരോടിടുന്നേ.
നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറയില്ല. വായിക്കുന്നു. ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നതിനായി ഇസ്രായേലിലെ ഇടയനായുള്ളവനെ ചെവിക്കൊള്ളണമേ. കെരൂബിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടണമെന്ന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നീ അവർക്ക് കണ്ണുനീരുടെ അപ്പം തിന്നുവാൻ കൊടുത്തിരിക്കുന്നു. അനവധി കണ്ണുനീർ അവർക്ക് കുടിക്കുവാൻ കൊടുത്തിരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടുന്ന തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നീ അതിനെ തടമെടുത്ത് അതിന് വേരൂന്നി ദേശത്ത് പടർന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലുകളെ നദി വരെയും നീട്ടിയിരുന്നു. കാട്ടുപന്നി അതിനെ മാന്തി കളയുന്നു. വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളത് നീ നിനക്കായി വളർത്തിയ തൈയെയും പാലിക്കണമേ. നിന്റെ കൈ നിന്റെ വലത്ത് ഭാഗത്ത് പുരുഷന്റെ മേൽ നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടുന്ന തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഇസ്രായേലിനെ രക്ഷിക്കണമെന്ന ഒരു നിലവിളിയാണ് ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം. ജനത്തിന്റെ അവരുടെ കഷ്ടതയിൽ നിന്നും രക്ഷിക്കണമെന്നൊരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനത്തിൽ നാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത്. അതിൽ ദൈവത്തിന്റെ ചില പ്രത്യേകതകൾ ഈ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. അതിൽ ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തിയ ദൈവം. അവൻ ജനത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തുന്ന ഒരു ദൈവം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കെരൂബുകൾ മധ്യേ വസിക്കുന്ന ഒരു ദൈവം. മൂന്നാം നോക്കിക്കഴിഞ്ഞാൽ മത്സരിക്കുന്നവരെ അവരുടെ പ്രാർത്ഥന കേൾക്കാത്ത ഒരു ദൈവം. മത്സരിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കാത്ത ദൈവം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പിന്മാറ്റക്കാരെ ശിക്ഷിക്കുന്ന ദൈവം. അങ്ങനെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതകൾ ഈ സങ്കീർത്തനത്തിൽ നാം നോക്കിക്കഴിഞ്ഞാൽ പല ഭാഗത്തായി കാണുന്നു. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നാം യഥാസ്ഥാനപ്പെടണമെന്നാണ് ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം. അതില് മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവമേ, ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തണമേ. യഥാസ്ഥാപനം എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നാം മുമ്പ് എങ്ങനെ ആയിരുന്നുവോ അതുപോലെ നാം മടങ്ങി വരണമെന്നാണ് യഥാസ്ഥാപനത്തിന്റെ ആ വാക്കിന്റെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുമ്പ് നാം എങ്ങനെയായിരുന്നുവോ അതുപോലെ നാം മടങ്ങി വന്ന് നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവസേനയിലേക്ക് മടങ്ങി വരണമെന്നാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ നാം എത്ര പുകഴ്ത്തിയാലും ദൈവത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞാലും ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് നാം ജീവിച്ച് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നാം മുമ്പോട്ട് നീങ്ങിയാൽ മാത്രമാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ. ദൈവം നമ്മെ യഥാസ്ഥാനത്തിലേക്ക് നമ്മളെ നയിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. ഒരാൾക്ക് വായിക്കാം 8-ാം വാക്യം. ആമേൻ. പ്രൈസ് ലോർഡ്. ഇവിടെ ഇസ്രായേൽ ജനത്തെ ഒരു മുന്തിരിവള്ളിയോട് ഉപമിക്കുന്നതായി വാക്യത്തിൽ പറയുന്നു. ഇത് ഇപ്രകാരം തന്നെ യെശയ്യാവ് 5-ാം അധ്യായത്തിലും ഇസ്രായേൽ ജനത്തെ ഒരു മുന്തിരിവള്ളിയോട് ഉപമിക്കുന്നതായി നാം വായിക്കുന്നു. മുന്തിരിവള്ളിയെ ആമേൻ ഇസ്രായേൽ ജനത്തെ ഒരു മുന്തിരിവള്ളി പോലെ ദൈവം ആമേൻ നട്ടതായി ഈ വാക്യത്തിൽ നാം വായിക്കുന്നു. അവർക്ക് വേണ്ടി ആമേൻ ആ ദേശത്തുണ്ടായിരുന്ന ജാതീയ രാജ്യങ്ങളെ മാറ്റി, രാജാക്കന്മാരെ മാറ്റി ഇസ്രായേൽ ജനത്തെ അവിടെ കൊണ്ടുവന്ന് നട്ട് ആമേൻ അവരെല്ലാം തുടച്ചു നീക്കി കളഞ്ഞതായി നാം വചനത്തിൽ ചരിത്രത്തിൽ കാണുന്നു. അപ്രകാരം അവരെ നട്ട് അവരെ വേര് കെട്ടി സൂക്ഷിച്ച ഒരു ദൈവം ആമേൻ ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി സകലവും നൽകി അവരെ പോറ്റി പുലർത്തിയതായി നാം വാക്യങ്ങളിൽ വായിക്കുന്നു. അവർക്ക് വേണ്ട രാജാക്കന്മാരെ നൽകി, പ്രവാചകന്മാരെ നൽകി, ന്യായാധിപന്മാരെ നൽകി ദൈവം അവരെ ഓരോ കാലഘട്ടത്തിൽ നടത്തിയതായി നാം ആമേൻ വചനത്തിൽ വായിക്കുന്നു. എന്നാൽ ഇസ്രായേൽ ജനം ചെയ്ത അനുസരണക്കേട് നിമിത്തം, പാപങ്ങൾ നിമിത്തം അവരുടെ വേലി ദൈവം തന്നെ പൊളിച്ചു കളഞ്ഞതായി ആമേൻ പിന്നീട് നാം ഈ സങ്കീർത്തനത്തിൽ വായിക്കുന്നു. അവിടെ സങ്കീർത്തനക്കാർ ഇപ്രകാരം പറയുന്നു:
വഴി പോകുന്നവരൊക്കെയും അതിനെ പറിക്കുവാൻ തക്കവണ്ണം നീ അതിന്റെ വേലുകളെ പൊളിച്ചു കളഞ്ഞത്. അപ്പോൾ ദൈവം വേലി കെട്ടിയ ദൈവം അമീൻ ആ വേലി ദൈവം തന്നെ പൊളിച്ചു കളഞ്ഞതായി അമീൻ സങ്കീർത്തനത്തിൽ പറയും. എന്തുകൊണ്ടാണ് അപ്രകാരം നടക്കുവാൻ ഇടയായി തീർന്നത്? ദൈവം നോക്കിയപ്പോൾ ജനത്തിന്റെ അനുസരണക്കേട് നിമിത്തം, ജനത്തിന്റെ പാപങ്ങൾ നിമിത്തം ദൈവം തന്നെ അവരുടെ വേലി പൊളിച്ചു കളഞ്ഞു. അപ്രകാരം അമേൻ അവർക്ക് ചുറ്റുമുള്ള ജാതികൾ അമേൻ അവരുടെ സമ്പത്ത് അല്ലെങ്കിൽ അവരെ കവർന്നു തിന്നതായി നാം അമേൻ ചരിത്രത്തിൽ നാം കാണുന്നതാണ്. അവരെ നന്മകളെല്ലാം ശത്രുക്കൾ എടുത്തു കളഞ്ഞതായി പിന്നീട് നാം വായിക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി വേലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ വേലി ദൈവം ചിലപ്പോൾ പൊളിച്ചു കളയും. കാരണം എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നാം ജീവിച്ചില്ലെങ്കിൽ, ദൈവത്തിന്റെ ഹിതമല്ലാത്തത് നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവം നമ്മുടെ വേലികൾ പൊളിച്ചു കളഞ്ഞ് ദൈവം നമ്മുടെ നന്മകൾ മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോവാൻ അവൻ കാരണമായി തീരും. അപ്പോൾ ഈ സങ്കീർത്തനത്തിന്റെ ഈ ആസാഫ് എന്ന സങ്കീർത്തനക്കാരനാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ഈ സങ്കീർത്തനം അമേൻ ഹല്ലേലൂയ താൻ എഴുതുമ്പോൾ അതീവ സങ്കടത്തോടെ, വളരെ ദുഃഖത്തോടെയാണ് ഈ സങ്കീർത്തനക്കാരൻ ഇത് എഴുതുന്നത്. ദൈവമേ, നീ ഞങ്ങളുടെ ജനത്തെ കടാക്ഷിക്കണമേ എന്നുള്ള യഥാസ്ഥാനപ്പെടുത്തണമേ എന്നൊരു ആഗ്രഹത്തോടെ അവൻ വളരെ നിലവിളിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനകാരൻ ഈ സങ്കീർത്തനം അമേൻ ചുരുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സങ്കീർത്തനം അമേൻ ഞാൻ ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, ദൈവത്തിൽ നിന്ന് നാം അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം അമേൻ യഥാസ്ഥാനപ്പെട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം നമ്മെ തന്നെ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയേണ്ട ആവശ്യമായിരിക്കുന്നു. നാം ദൈവത്തിന്റെ ഹിതം തിരിച്ചു അറിയുകയാണെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. അപ്രകാരം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ ചുറ്റുമുള്ള ജനത്തിന് വേണ്ടി അവരെ കടാക്ഷിക്കുവാൻ, അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് മധ്യസ്ഥത അണിയാം. അമേൻ മറ്റുള്ളവരെ നമ്മുടെ ചുറ്റുമുള്ള കൂട്ടുകാർക്ക് വേണ്ടി, അല്ലെങ്കിൽ അമേൻ ജനത്തിന് വേണ്ടി, സഭകൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ ഒന്ന് തൊടുവാൻ, അല്ലെങ്കിൽ അവരെ ഒന്ന് കടാക്ഷിക്കുവാൻ ഈ ദിവസം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. അത് ഒരു വ്യക്തിയുടെ മാത്രം ആമേൻ ഒരു ഉത്തരവാദിത്വമല്ല, അത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഉത്തരവാദിത്വമാണ്. ആമേൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആമേൻ ഈ ആസാഫ് തന്റെ ജനത്തിനു കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഈ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും അതിനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉള്ളതാണ്. ഹല്ലേലൂയ. ആ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഈ ദിവസം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ആയിരിക്കാം ഈ വാക്കുകളിൽ നിന്ന് ദൈവം Don't be deceived, my dear brothers and sisters. Every good and perfect gift is from above, and down from the Father of the heavenly lights, who does not change like shifting shadows. James 1 verses 16 and 17.
Tessalonicenses 3:16 തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ ഭാഗ്യം നൽകുന്നതാണ്. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചക്കാലം കർത്താവിന്റെ സാന്നിധ്യം അതിന്റെ ജീവിതത്തിലും കുടുംബത്തിലും ജീവിതത്തിലും ഉണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് തന്ന സമയത്തിനായി വാഴ്ത്തുന്നു. ആമേൻ. ഇന്നത്തെ വചന ചിന്തയ്ക്കായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം വാക്യം 6 തൊട്ട് 9 വരെ ആർക്കും ഒരാൾക്ക് വായിക്കാം. ബുക്ക് ഓഫ് ഫിലിപ്പീൻസ് ചാപ്റ്റർ 2 വേർഡ്സ് 6 to 9. മനുഷ്യസാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിന്റെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സർവ്വനാമത്തിന് മേലായ നാമം നൽകി. അവൻ യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗങ്ങളുടെയും ഭൂലോകങ്ങളുടെയും അധോലോകങ്ങളുടെയും മുഴുവനൊക്കെയും വണങ്ങുകയും എല്ലാ നാമവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവേ തന്ന നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേൾപ്പിച്ച നല്ല വചനത്തിനായി വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന നാൾ വാഴ്ത്തും. അങ്ങയുടെ ശബ്ദം മാത്രം കേൾക്കുവാൻ സഹായിക്കണമേ. എന്റെ ദൈവമേ കർത്താവേ, അങ്ങ് തരുന്ന ആലോചനകൾ മാത്രം പറയുവാൻ അടിയനെ ബലപ്പെടുത്തണമേ. കർത്താവെ, ജനങ്ങളെയും അടിയനെയും ഏൽപ്പിക്കുന്നു. സാഹചര്യങ്ങളെല്ലാം കർത്താവെ കുഞ്ഞുങ്ങളെയും ഏൽപ്പിക്കുന്നു. സാഹചര്യമെല്ലാം പരിശുദ്ധാത്മാവെ അങ്ങ് നിയന്ത്രിക്കണമേ. ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവെ ഞങ്ങളെ തയ്യാറാക്കണമേ. എല്ലാം ഞങ്ങളെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിച്ച ആമേൻ സ്തോത്രം വാക്യത്തിലോട്ട് പോകുന്നു. ഫിലിപ്പിയർക്ക് ലേഖനം 2-ന്റെ 6, 7, 8, 9 ആണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിന്റെ കൂടെ 10ഉം 11ഉം നമ്മൾ വായിച്ചു. സ്തോത്രം. അതിന്റെ 6-ാമത്തെ വാക്യമാണ് ആമേൻ സ്തോത്രം നമ്മൾ ആദ്യം ചിന്തിക്കാൻ പോകുന്നത്. Who being in very nature God did not consider equality with God something to be used in his own advantage. വളരെ വളരെ ഇതിന്റെ ഈ ലേഖനത്തിന്റെ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ഇംഗ്ലീഷിൽ ഹെഡിങ് കൊടുത്തേക്കുന്നത് ഇമിറ്റേറ്റിംഗ് ക്രൈസ്റ്റ്സ് ഹ്യൂമിലിറ്റി. കർത്താവ് എങ്ങനെ ഹംബിളായി ജീവിച്ചോ, കർത്താവ് എങ്ങനെ ആമേൻ സ്തോത്രം ജീവിച്ചോ, എങ്ങനെ താഴ്മയോടെ കർത്താവ് ജീവിച്ചോ,
അതുപോലെ ജീവിക്കാൻ, അതുപോലെ തന്നെ ജീവിക്കാൻ, കോംപ്രമൈസ് ചെയ്ത് ജീവിക്കാനല്ല, ഇമിറ്റേറ്റിംഗ്. ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആമേൻ. ഇപ്പൊ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഒരു സ്റ്റേജിൽ കയറി വന്ന് ഒരാളെ മിമിക് ചെയ്യുവാണെങ്കിൽ, ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ, ആൾ എങ്ങനെ സംസാരിക്കുന്നോ, ആൾ എങ്ങനെ പ്രവർത്തിക്കുന്നോ, എങ്ങനെ നടക്കുന്നോ, എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അത് അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മിമിക് ചെയ്താണ് ആ ആള് പ്രസന്റ് ചെയ്യുന്നത്. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ഇമിറ്റേറ്റിംഗ് ക്രൈസ്റ്റ് ഹ്യൂമിലിറ്റി. കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ താഴ്മയോട് ജീവിച്ചോ അതുപോലെ താഴ്മയോട് ജീവിക്കാനാണ് ക്രിസ്ത്യാനികൾക്ക് ആമേൻ കർത്താവ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറയട്ടെ, പെന്തക്കോസ്തുകാർക്കോ മർത്തോമാക്കാർക്കോ കത്തോലിക്കക്കാർക്കോ ഓർത്തഡോക്സ്കാർക്കോ വേറെ ലേഖനങ്ങളോ വേറെ ഇൻസ്ട്രക്ഷൻസോ കൊടുത്തിട്ടില്ല. നമ്മളും നിങ്ങളും വായിക്കുന്ന കർത്താവിന്റെ വചനം, ആമേൻ സ്തോത്രം, അത് ഒന്നാണ്. ഹല്ലേലൂയ. അതിനകത്ത് മാറ്റമൊന്നുമില്ല. നമ്മളാണ് ഡിഫറൻസ് കൊണ്ടുവരുന്നത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു എന്റെ ബൈബിളിൽ ഇങ്ങനെ ജീവിച്ചു, കർത്താവായ യേശു ക്രിസ്തു എന്നോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവത്തിന്റെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് അങ്ങനെ പറഞ്ഞു, അതല്ല, അത് വചനത്തിൽ ഉണ്ടോ ഇല്ലയോ അതാണ് നോക്കേണ്ടത്. സ്തോത്രം. അപ്പൊ വചനത്തിൽ എന്തുവാണ് എഴുതിയിട്ടുള്ളത് അതാണ് സത്യം. സജിത്ത് എന്തു പറയുന്നു അതല്ല വിഷയം. സജിത്ത് എന്ത് ചിന്തിക്കുന്നു അതല്ല വിഷയം. ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു അതാണ് വിഷയം. ദൈവത്തിന്റെ വചനമാണ് നമ്മളോട് ഇൻസ്ട്രക്ട് ചെയ്യുന്നത്, അതാണ് വിഷയം. വചനത്തിൽ പറയുന്നു ഇമിറ്റേറ്റിംഗ് ക്രൈസ്റ്റ് ഹ്യൂമിലിറ്റി. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു എന്തൊക്കെ പറഞ്ഞു, എങ്ങനെ ജീവിച്ചു, എന്തൊക്കെ ചെയ്തു, അതുപോലെ തന്നെ ജീവിക്കാനാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ആണ് ദൈവത്തിന്റെ വചനത്തിൽ 6ാമത്തെ വാക്യത്തിൽ നമുക്ക് ദൈവത്തിന്റെ വചനം പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു who being in very nature God, in very nature, ആമേൻ, കർത്താവ് യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമി വന്നെങ്കിലും, ആമേൻ സ്തോത്രം, മനുഷ്യന്റെ പോലെ ജീവിച്ചെങ്കിലും കർത്താവ് ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു അപ്പോഴും സ്വർഗീയ ദൈവത്തിന്റെ പുത്രനാണ്. സ്തോത്രം. എല്ലാം അധികാരമുള്ള കർത്താവാണ്. ആ സമയത്തും മനുഷ്യനായി വന്നപ്പോൾ അപ്പോൾ ഏറ്റവും ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, സ്തോത്രം, കർത്താവ് യേശു ക്രിസ്തു മനുഷ്യനായി ജീവിക്കുമ്പോഴും ദൈവമല്ലെന്ന് ആകുന്നില്ല. ഹല്ലേലൂയ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യനായി ജീവിക്കുന്നു, മനുഷ്യനായി നമ്മുടെ കൂടെ ആ സമയത്തിൽ അവൻ ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്നു. അങ്ങനെ ആണെങ്കിലും കർത്താവായ ദൈവം ഇല്ലാതെ ആകുന്നില്ല. He in being nature is God. ഹല്ലേലൂയ. അതിന്റെ 2ാമത്തെ വാക്യം, ദൈവമായിട്ടും, ആമേൻ സ്തോത്രം, ആ സമയം മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ടും കർത്താവായ ദൈവത്തിന്റെ കൂടെ ഇക്വാലിറ്റി കാണിച്ചില്ല. ആമേൻ. എക്സാമ്പിൾ പറയാം. സ്തോത്രം. ശിഷ്യന്മാരുടെ കൂടെ പോകുമ്പോൾ ആമേൻ സ്തോത്രം, ടാക്സ് കളക്ടേഴ്സിന്റെ കൂടെ ദൈവം ഭക്ഷണം കഴിച്ചു. ആമേൻ. ലോകത്തിന്റെ പ്രകാരം നടക്കുന്ന സ്ത്രീയോട് പോയി ദൈവം സംസാരിച്ചു. ആമേൻ സ്തോത്രം. പാപികളുടെ മധ്യത്തിൽ പോയി കർത്താവ് ദൈവവേല ചെയ്തു. ആമേൻ. വചനത്തിൽ പറയുന്നു, ദൈവമായിട്ടും, കർത്താവായ ദൈവത്തിന്റെ സ്വർഗീയ പിതാവിന്റെ പോലെ ആയിട്ടും, ആമേൻ സ്തോത്രം, കർത്താവായ ദൈവം അതൊന്നും കാണിച്ചില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ആമേൻ സ്തോത്രം, ചിലവരുടെ ആമേൻ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇന്നലെ വേറെ ആമേൻ സ്തോത്രം, 2 നേരം കഴിക്കാൻ ഭക്ഷണമില്ല, ഇന്നലെ വേറെ ഓടിക്കാൻ വാഹനമില്ല, ഇന്നലെ വേറെ കടക്കാൻ നല്ലൊരു വീടില്ല, ആമേൻ സ്തോത്രം, ഇന്നലെ വേറൊരു ടൈപ്പ് കൂട്ടുകാരായിരുന്നു. പക്ഷെ ഒരു ദിവസം കർത്താവ് അനുഗ്രഹിച്ച അവരുടെ നില മാറുമ്പോൾ നാളെ മുതൽ അല്ലെങ്കിൽ ആ ദിവസം മുതൽ അവരുടെ പഴയ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളിലോട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമുക്കറിയാം, ഒത്തിരി പേരുണ്ട്. ചിലവരെ കണ്ടാൽ അവർക്ക് പുച്ഛമാണ്, ചിലവരെ കണ്ടാൽ അവർക്ക് സംസാരിക്കാൻ മടിയാണ്. നമ്മുടെ റേഞ്ചിലുള്ളവരോട് നമ്മൾ സംസാരിക്കണം, നമ്മുടെ ക്യാരക്ടർ ഉള്ളവരോട് നമ്മൾ സംസാരിക്കണം, നമ്മുടെ നിലവാരത്തിൽ നിൽക്കുന്നവരോട് നമ്മൾ സംസാരിക്കണം. അതുപോലത്തെ ചിന്താഗതികൾ ക്രിസ്ത്യാനികളിലുണ്ട്. ആമേൻ സ്തോത്രം. ഞാൻ പറയട്ടെ, ഇനി മുതൽ ഞാൻ പെന്തക്കോസ്തുകാരനോ അല്ലെങ്കിൽ കത്തോലിക്കാരനോ ഞാൻ പറയാൻ പോകത്തില്ല, ക്രിസ്ത്യാനികൾ. കാരണം we are called Christians. Hallelujah. We are called child of God. Hallelujah. അപ്പോൾ ക്രിസ്ത്യൻസിനാണ് ദൈവത്തിന്റെ വചനം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പെന്തക്കോസ്തുകാർക്കുള്ള വചനം? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കത്തോലിക്കക്കാർക്കുള്ള വചനം? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആമേൻ സ്തോത്രം ഓർത്തഡോക്സുകാർക്കുള്ള വചനം? അങ്ങനെയൊന്നുമില്ല. ഫോർ ക്രിസ്ത്യൻസ്.
ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കുള്ള വചനം. സ്തോത്രം. അപ്പൊ ക്രിസ്ത്യൻസിൽ മധ്യത്തിൽ തന്നെ ഇങ്ങനെ നിലവാരത്തിൽ ജീവിക്കുന്നവരുണ്ട്. നമ്മുടെ സ്റ്റേറ്റസ് അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. ഏറ്റവും നല്ല ഉദാഹരണം, എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ നിലനിൽപ്പുള്ള ഒരു കല്യാണ ആലോചന വരുമ്പോഴാണ് ഏറ്റവും പ്രാധാന്യമായ ഈ ഒരു സ്റ്റേറ്റ് വരുന്നത്. സ്തോത്രം. താണജാതിയോട് കല്യാണം കഴിക്കരുതല്ലോ. നമ്മുടെ സ്റ്റേറ്റസ് അല്ലേ, നാട്ടിലെല്ലാം ജനിച്ചവരാണ് നമ്മൾ. സ്തോത്രം. നമ്മുടെ സ്റ്റേറ്റസിൽ നിൽക്കുന്നവർ വേണം, അവരെ വേണം കല്യാണം കഴിക്കാൻ. സ്തോത്രം. മാട്രിമോണി വെബ്സൈറ്റിൽ കാണുമ്പോൾ അപ്പർ മിഡിൽ ക്ലാസ്, upper lower class, lower class, middle class, upper middle class, affluent family. അങ്ങനെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കാറുണ്ട്. സ്തോത്രം. ആ മനുഷ്യൻ, ആ ചെറുക്കൻ എങ്ങനെ ജീവിക്കുന്നു ഒന്നും അറിയുന്നില്ല, ആ പെങ്കൊച്ച് എങ്ങനെ ജീവിക്കുന്നു അതും അറിയണ്ട. അപ്പർ മിഡിൽ ക്ലാസ്, affluent family, big business families. അതുപോലെ കല്യാണാലോചനകൾ വേണം ഈ ദിവസങ്ങൾ വരാൻ. അതുപോലത്തെ മാട്രിമോണി വെബ്സൈറ്റ്സ് ആണ് കൊടുക്കുന്നത്. പക്ഷെ കർത്താവിന്റെ പ്രത്യേകത നോക്കിക്കേ. ദൈവമായിട്ടും ദൈവത്തിന്റെ ശക്തി ഉള്ളതിൽ ഉണ്ടായിട്ടും സ്തോത്രം, പാപികളുടെ ഇടയ്ക്ക് കർത്താവ് ജീവിച്ചു. ഹല്ലേലൂയ. ആ വചനത്തിന്റെ രണ്ടാമത്തെ കാര്യത്തിൽ പറയുന്നു, ഇതുപോലത്തെ പവർ കയ്യിലുണ്ടായിട്ടും സ്വന്തം കാര്യത്തിനു വേണ്ടി അത് ഉപയോഗിച്ചില്ല. ആമേൻ. അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞു, സംതിങ് ടു ബി യൂസ്ഡ് ടു ഹിസ് ഓൺ അഡ്വാൻറ്റേജ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കർത്താവായ ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് സ്തോത്രം ആദരിക്കുന്നത്? ഏകപുത്രന്റെ ഏകമകൻ, ദ ലോർഡ് ഓഫ് ദി ഹെവൻലി ആർമീസ്. ഹല്ലേലൂയ. സൈന്യത്തിന്റെ അധിപതിയായ കർത്താവ്. സ്തോത്രം. ഞാൻ പറയട്ടെ, കർത്താവായ ദൈവം കാൽവരി ക്രൂശിൽ മരിക്കാൻ കയറിയപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കർത്താവിന് വേണമെങ്കിൽ പറയാമായിരുന്നു, എനിക്കിത് വേണ്ട, എന്നെ ഇതിന് ഇറക്കാൻ ദൂതന്മാരെ അയക്കണമേ എന്ന് പറഞ്ഞാൽ, അയക്കണമെന്നല്ല ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങിയാൻ അവിടെ വെച്ച്. ഹല്ലേലൂയ. പക്ഷെ ഇതുപോലത്തെ അധികാരം നാവിൽ ഉണ്ടായിട്ടും വചനത്തിൽ പറയുന്നു, അത് സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല. ഹല്ലേലൂയ. ദൂതന്മാരുടെ കാര്യം ഞാൻ ഒരു ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടു. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ബേബി ഏഞ്ചൽസ് പോലെ ഒന്നല്ല. നമ്മൾ കാണാറുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, നമ്മൾ ഏഞ്ചൽസിന്റെ പറയുമ്പോൾ ചെറിയ കുഞ്ഞ്, വിങ്സ് ഉള്ള കുഞ്ഞ് ഏഞ്ചൽസ് ഇങ്ങനെ പറക്കുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയ ഏഞ്ചൽസ് എല്ലാം പറക്കുന്നു. അതുപോലത്തെ ഏഞ്ചൽസ് അല്ല. ഒരു ദൂതൻ ഇറങ്ങിയാൽ ലക്ഷങ്ങളെ വെട്ടിമാറ്റാൻ പറ്റുന്ന warrior angels. ഹല്ലേലൂയ. അതുപോലത്തെ പടയാളിയുള്ള ഏഞ്ചൽസിന്റെ അധിപതിവനാണ് എന്റെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പിക്ചറിൽ കാണുമ്പോൾ ദൂതന്മാർ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, പിക്ചറിൽ കാണുമ്പോൾ ദൂതന്മാർ വളരെ ക്യൂട്ട് ആയിരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, warrior angelsന്റെ, ഹല്ലേലൂയ, mighty soldiersന്റെ അധിപതിയായ കർത്താവ്, സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവ് എന്ന് വേറെ ഓടിച്ചാൽ സ്തോത്രം. ക്രൂശിനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കർത്താവിനെ ഇൻസൾട്ട് ചെയ്ത സോൾജേഴ്സിനെയും ഒറ്റയടിക്ക് വെട്ടിമാറ്റാൻ കൽപ്പമുള്ള ദൈവത്തിന്റെ അധികാരം നാവിൽ ഉണ്ടായിട്ടും സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിച്ചില്ല. ഹല്ലേലൂയ. കർത്താവ് അതാണ് ഹംബിൾനെസ്, അതാണ് പറയുന്നത് ഹ്യൂമിലിറ്റി. ബൈബിളിൽ ഇവിടെ ഇരുന്നപ്പോൾ ഉടനെ എന്റെ മനസ്സിൽ കയറി വന്ന ഒരു കാര്യമാണ് ദാവീദിന്റെ. സ്തോത്രം. ദാവീദ് ആ സമയം രാജാവായിരുന്നു. ആ രാജാവുള്ള കാലത്തിൽ സ്തോത്രം, ഉരിയയുടെ ഭാര്യയെ മോഹിച്ച ഒരു സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അത് സ്തോത്രം, ദാവീദ് രാജാവായിരിക്കുമ്പോൾ സ്തോത്രം, ബാറ്റിൽ ഫീൽഡിലായിരിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ഭാര്യ വെളിയിലായിരിക്കുമ്പോൾ സ്തോത്രം, കുളിക്കുന്ന സമയത്തിൽ ദാവീദ് കണ്ട് ജഡത്തിന്റെ ഇഷ്ടങ്ങൾ വന്ന് ദൈവത്തിന്റെ ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ ചെയ്തു. സ്തോത്രം. ആ സമയത്ത് ദാവീദ് ചെയ്തെന്താണെന്ന് അറിയാം? രാജാവിന്റെ അധികാരം ഉപയോഗിച്ച്, വ്യത്യാസം മനസ്സിലാക്കിക്കോണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. രാജാവാണ്, രാജാവിന്റെ അധികാരത്തിന്റെ ദുരുപയോഗം ചെയ്ത് യോവാബിനോട് പറഞ്ഞു പട്ടാളത്തിൽ ഉരിയെ ഫ്രണ്ടിൽ നിർത്താൻ. ഉരിയെ ബാക്കപ്പ് കൊടുക്കരുത്. ആ ബാറ്റിൽ ഫീൽഡിൽ ഉരിയ മരിച്ചു. ഒരു രാജാവായിട്ട് രാജാവിന്റെ അധികാരം ദുരുപയോഗം ചെയ്ത് ഉരിയെ സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്ത് നിന്ന് മാറ്റിക്കളഞ്ഞു. ആര്? ദാവീദ്. എന്ത് ഉപയോഗിച്ച്? രാജാവിന്റെ അധികാരം ഉപയോഗിച്ച്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ മനുഷ്യൻ അങ്ങനാണ്, പക്ഷെ ദൈവമോ അങ്ങനല്ല.
ഹല്ലേലൂയ. നമുക്കൊരു പവർ കിട്ടിയാൽ, നമുക്കൊരു അംഗീകാരം കിട്ടിയാൽ, നമുക്കൊരു വില കിട്ടിയാൽ, ഞാൻ എന്തോ ആയി, ഐ ആം സംതിങ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ശുശ്രൂഷിക്കുന്നവൻ ചിന്തിക്കാൻ തുടങ്ങും, ഐ ആം വെരി ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. എനിക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടണം, ഞാൻ ബാക്ക് സീറ്റിൽ ഇരിക്കത്തില്ല, എനിക്ക് ഇതുപോലത്തെ സ്വീകരണം കിട്ടണം, ഇതുപോലത്തെ ക്രൗഡിംഗിലെ ഞാൻ പ്രസംഗിക്കത്തുള്ളൂ. എവിടെ നിന്ന് വരുന്നു? ഇതാണോ താഴ്മ? ഇതാണോ ഹംബിൾനെസ്? ഇതാണോ ഹ്യൂമിലിറ്റി? ആമേൻ. ശുശ്രൂഷകന്മാരുടെ കാര്യം മാത്രമല്ല, ആമേൻ, സ്തോത്രം, ഞാൻ വിശ്വാസികളുടെ കാര്യം പറയട്ടെ. ഹല്ലേലൂയ. ഇതുപോലത്തെ ചർച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. എന്നെ സെക്രട്ടറി ആക്കിയാലേ ഞാൻ അവിടെ നിൽക്കത്തുള്ളൂ, എന്നെ ട്രഷറർ ആക്കിയാൽ മാത്രമേ ഞാൻ അവിടെ നിൽക്കത്തുള്ളൂ. ഒന്നും വേണ്ട. ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രസംഗിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എന്റെ പേരെടുക്കണം, ഒരു പ്രാവശ്യമെങ്കിലും എന്നെ പേരെടുക്കണം. ആമേൻ. മത്തായിച്ചന് അല്ലെങ്കിൽ ജോണച്ചായന് അല്ലെങ്കിൽ ആരെങ്കിലും ഏത് അച്ചായനും ആമേൻ ദൈവസഭയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു, അദ്ദേഹത്തിന് ഞാൻ നന്ദി, ആമേൻ, ആമേൻ, സ്തോത്രം പറയുന്നു. ഇങ്ങനെ കേൾക്കണം ചിലവർക്ക്. ഇതാണോ താഴ്മ? ആമേൻ, സ്തോത്രം. കോവിഡ്, ആമേൻ, കോവിഡ്, ആമേൻ, സ്തോത്രം, നമുക്ക് അറിയാവുന്നതാണല്ലോ. പണക്കാരനോ, ആമേൻ, വേലക്കാരനോ, ദാസനോ, രാജാവോ ഒന്നും നോക്കുന്നില്ല. ആമേൻ, സ്തോത്രം, വെട്ടി മാറ്റുക ഈ ലോകത്തിന്. ഹല്ലേലൂയ. അതുകൊണ്ട് ബാങ്കിൽ $1,000 മില്യൺ ഉണ്ടെങ്കിലും $1,000 മില്യൺ നിന്നെ, ഹല്ലേലൂയ, ആമേൻ, സ്വന്തം നിത്യതയിൽ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. താഴ്മയോടെ ജീവിക്കണം. ഹല്ലേലൂയ. ജിമ്മിൽ പോയി മസിൽ വെച്ച് ആമേൻ സ്വന്തം ഒരാളുടെ മുൻപേ നിന്നാൽ ഒരു വയറിളകിയാൽ മതി, കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. $1 മില്യൺ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട്, നാളെ മുതൽ എന്റെ എംപ്ലോയർ പറയാ ഇറങ്ങിക്കോ ഇവിടുന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും, ചിലവർ ചിന്തിക്കും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, ടേം ഡെപ്പോസിറ്റ് ഉണ്ട്, ആമേൻ, സ്തോത്രം, ഞാൻ ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ടുണ്ട്, ഷെയറുകൾ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ആമേൻ. ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ വന്നാ മതി, ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഈ ലോകത്തിൽ വന്നാ മതി, ഇരിക്കുന്ന പണമെല്ലാം ടേന്ന് പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, സ്തോത്രം, ആമേൻ, പുകഴുവാൻ ഒന്നുമില്ല. ആമേൻ. ഏറ്റവും വലിയ ഉദാഹരണം കാണാൻ പറ്റുന്ന ഒരേ ഒരു ഉദാഹരണമാണ് കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. ദൈവമായിട്ടും ദൈവത്തെ പോലെ ആയിട്ടും ആ അധികാരം സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിച്ചില്ല. പക്ഷെ എന്തുവാ ചെയ്തത്? ഹല്ലേലൂയ. ഒരു ദാസന്റെ രൂപമെടുത്തു. 7ാമത്തെ വാക്യം, മനുഷ്യന്റെ രൂപത്താൽ ഒരു ദാസനായ ആമേൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് വാണിച്ചിരിക്കാതെ, ഹല്ലേലൂയ, ദാസന്റെ രൂപം എടുത്ത്, ആമേൻ, സ്വന്തം ദാസന്റെ പോലെ വന്ന് മനുഷ്യന്റെ രൂപം എടുത്ത് വന്ന് ആ ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. ഹല്ലേലൂയ. ആമേൻ. ഇതുപോലത്തെ താഴ്മയുള്ളവനായ, ഇതുപോലത്തെ നിഷ്കളങ്കമുള്ളവനായ, ഇതുപോലത്തെ, ഹല്ലേലൂയ, ആമേൻ, പാവപ്പെട്ട ഒരു മനുഷ്യന് അന്നും ഇന്നും വന്നിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. വന്നത് മറ്റവർക്ക് വേണ്ടി ജീവിക്കാൻ, വന്നത് മറ്റവരെ സ്നേഹിക്കാൻ, വന്നത്, ഹല്ലേലൂയ, ഒരു ഡിഫറൻസ് കാണിക്കാതെ എങ്ങനെ ജീവിക്കണം കാണിച്ചവൻ അതൊരേ ഒരു പേര് മാത്രമാണ്, ക്രിസ്തുനായ യേശു എന്ന നാമം. Glory to you, Lord. Glory to you, Lord. Glory to you, Lord. ആമേൻ. സ്തോത്രം. 8ാമത്തെ വാക്യത്തിൽ പറയുന്നു കർത്താവായ ദൈവം, ആമേൻ, സ്തോത്രം, താഴ്മയോടെ ജീവിച്ചു, അനുസരണമുള്ളവനായി ജീവിച്ചു. താഴ്മയും അനുസരണവും, humility and obedience, ഈ രണ്ട് വാക്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. താഴ്മയുടെ കൂടെ അനുസരണം വേണം. ഹല്ലേലൂയ. താഴ്മയുണ്ടെങ്കിൽ മാത്രമേ അനുസരണം അവിടെ ഉണ്ടാകത്തുള്ളൂ. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാണ്. ഒരു കുടുംബ ജീവിതത്തിൽ എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും നിൽക്കേണ്ടത്, ആമേൻ, സ്തോത്രം, ഈ ലോകത്തിൽ എങ്ങനെയാണ് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും നിൽക്കേണ്ടത് വളരെ വ്യക്തമാണ്. സ്തോത്രം. പക്ഷെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം റൂൾ അനുസരിച്ചോ ജീവിക്കുന്നവരെ അല്ല, ഹല്ലേലൂയ, ദൈവത്തിന് ആവശ്യം. പക്ഷെ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. താഴ്മയോടെ ജീവിക്കണം. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹിക്കണം, മക്കൾ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ ആദരിക്കണം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സേവിക്കണം, സ്നേഹിക്കണം, പ്രൊട്ടക്ട് ചെയ്യണം. ഹല്ലേലൂയ. ഇതാണ് ദൈവവചനത്തിൽ എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഭാര്യ, അവൻ ഭർത്താവിന്റെ തലയിൽ
കയറി ഇറങ്ങാനോ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഒളിച്ച് ജീവിക്കാനോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സോറി, ഐ ആം mature enough, don't talk to me anymore, I mean talk to my hands, ഇങ്ങനെ പറയുന്ന കുഞ്ഞുങ്ങളെയല്ല ദൈവത്തിന് ആവശ്യം. പക്ഷെ നിന്നെ വളർത്തിയ നിന്റെ മാതാപിതാക്കളെ അനുസരിക്കാൻ, അല്ലെങ്കിൽ നിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന നിന്റെ മാതാപിതാക്കളെ, അവർ എത്ര മുതിർന്നവനാണെങ്കിലും എത്ര പ്രായമാണെങ്കിലും ഹല്ലേലൂയ ആമേൻ സ്തോത്രം, അവരെ സേവിക്കാനും സ്നേഹിക്കാനും ആമേൻ സ്തോത്രം താഴ്മയോടെ ജീവിക്കാൻ, അതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ഭൂമിയിൽ വന്നിട്ടും സ്വർഗ്ഗസ്ഥനിരിക്കുന്ന പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ദൈവമായ കർത്താവായ യേശുക്രിസ്തു ജീവിച്ചത്. ഹല്ലേലൂയ. യേശുക്രിസ്തു പറയുന്നു, സോറി, അങ്ങയുടെ മകനാണ് ഞാൻ, അങ്ങയുടെ കയ്യിലിരിക്കുന്ന അധികാരം എന്റെ കയ്യിലുമുണ്ട്, എന്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യും. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞില്ല, പക്ഷെ പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറണമേ. ഹല്ലേലൂയ. എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ. അവൻ കർത്താവായ യേശുക്രിസ്തു കാണിച്ചു. അവൻ എന്തുമാത്രം പഠിക്കാനുണ്ട് നമുക്ക്. ഹല്ലേലൂയ. എന്തുമാത്രം ജീവിതത്തിൽ ക്രമം കൊണ്ടുവരാനുണ്ട് നമുക്ക്. ഇതുപോലത്തെ പ്രസംഗങ്ങൾ നമുക്ക് ഇഷ്ടമല്ല. ഹല്ലേലൂയ. നിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. നിന്റെ അനുഗ്രഹങ്ങൾ 10 മടങ്ങാകും. ആമേൻ. നീ വാലല്ല, നീ തലയാകും. ഇതുപോലത്തെ പ്രസംഗങ്ങൾ കേട്ടാൽ മാത്രമേ ജനങ്ങൾ കൈയടിക്കാറുള്ളൂ. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിന്റെ പേരെടുത്താൽ, കർത്താവായ യേശുക്രിസ്തു എങ്ങനെ ജീവിച്ചത് അത് പഠിപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, പാപം എന്താണെന്ന് അത് ബോധ്യപ്പെടുത്തിയാൽ, ഹല്ലേലൂയ, ജീവിതത്തിൽ ക്രമം കൊണ്ടുവരണം, ആ വചനം പ്രസംഗിച്ചാൽ അവൻ ജനങ്ങൾ കൈയടിക്കത്തില്ല. കാരണം അവർക്കറിയാം അവൻ ഇതൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ പറയട്ടെ, കർത്താവായ യേശുക്രിസ്തു ജീവിച്ച പ്രകാരം തന്നെ നമ്മൾ ജീവിക്കണം. അവൻ മറ്റവനെ സ്നേഹിക്കാൻ, മറ്റവനെ ഹല്ലേലൂയ സേവ് ചെയ്യുവാൻ, ഹല്ലേലൂയ നിത്യ നരകത്തിൽ നിന്ന് അവനെ വലിച്ച് നിത്യതയിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു വെളിച്ചമായി ജീവിക്കാൻ. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യ ജീവിതം, മനുഷ്യൻ താഴ്മ ഉള്ള ഒരു നേച്ചറിൽ വന്നാൽ മാത്രമേ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. ചില സൺഡേകൾ മുൻപേ നമ്മൾ ചിന്തിച്ചു, നിന്റെ ജീവിതത്തിലുള്ള വാഗ്ദത്തങ്ങൾ റിലീസ് ആകണമെങ്കിൽ നീ എന്തോ ചെയ്യണം? അതിനകത്ത് ആമേൻ നമ്മൾ ആമേൻ എന്ന് പറയണം. ആമേൻ പറഞ്ഞാൽ മാത്രം പോരാ, ഒരു താഴ്മയുള്ളവനായിട്ട് ജീവിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. താഴ്മയുള്ളവന് മാത്രമേ ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദമുള്ളൂ. ഹല്ലേലൂയ. God pleases on the humble and opposes the proud. ഹല്ലേലൂയ. ആമേൻ. അഹങ്കരിക്കുന്നവനെ കർത്താവിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ. ഞാൻ ചിലവർ പറയും, ആരുടെ മുൻപേ ഞാൻ ഗോൾഡ് വാച്ച് ഇടാറില്ല, ആമേൻ, ആരുടെ മുൻപേ ഞാൻ സ്വർണ്ണ കണ്ണാടി ഇടാറില്ല, ആരുടെ മുൻപേ പോയി ഞാൻ നിഗളിക്കാറില്ല, ആരോടും പോയി ഞാൻ എന്റെ സാലറി പറയാറില്ല. പക്ഷെ അവന്റെ അപ്പുറത്ത് അവന്റെ കൂടെ ഒന്ന് ഇരിക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, എന്റെ ഹൃദയത്തിൽ വ്യാപരിക്കുന്ന ചിന്താഗതികളാണ് ഞാൻ ഈ പറയുന്നത്. ആമേൻ. സ്തോത്രം. അവൻ നിന്റെ അടുത്തൊന്ന് വന്ന് ഇരുന്നാൽ, ഓ ആമേൻ സ്തോത്രം, അതുപോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നീ അഹങ്കരിക്കുന്നവനാണ്. ഹല്ലേലൂയ. പക്ഷെ അവൻ എങ്ങനാണെങ്കിലും അവനെ ഒന്ന് കെട്ടിപ്പിടിക്കുവോ, അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവോ, അവന് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ നീ ചെയ്യുവാണെങ്കിൽ, അങ്ങനാണ് the qualities of a humble man. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ നീ താഴ്മയുള്ളവൻ ജീവിച്ചാലേ, താഴ്മയുള്ളവനായിട്ട് ജീവിച്ചാൽ മാത്രമേ ദൈവത്തിന് ക്രിയ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എങ്ങനെയാണ് വാഗ്ദത്തങ്ങൾ റിലീസ് ആകുന്നത്? ആമേൻ. സ്തോത്രം. വാഗ്ദത്തം എപ്പോഴാണ് റിലീസ് ആകുന്നത് അറിയാമോ? നീ തയ്യാറാ അത് റിസീവ് ആകാൻ. അപ്പോഴാണ് വാഗ്ദത്തം റിലീസ് ആകുന്നത്. ആമേൻ. എത്രപേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. വാഗ്ദത്തം വെറുതെ റിലീസ് ആകത്തില്ല. വാഗ്ദത്തം റിലീസ് ആകണമെങ്കിൽ that means you are ready for it. Hallelujah. That means you are prepared to receive it. Hallelujah. That means you are ready to receive it in Jesus name. Hallelujah. അപ്പോൾ താഴ്മയുള്ളവനോട് ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു? താഴ്മയോട് ജീവിക്കുമ്പോൾ എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ആദ്യം സങ്കീർത്തനം 34:18 വാക്യം. സങ്കീർത്തനം 34:18 വാക്യം. സമീപസ്ഥൻ മനസ്സ് തന്നവരെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ.
ഹൃദയം തകർന്നവർക്ക് ആമേൻ യഹോവ സമീപസ്ഥൻ. ആമേൻ ആദ്യത്തെ ക്വാളിറ്റി, നീ തകർന്നവനായി, നീ ഹംബിളായി ജീവിക്കുമ്പോൾ നിന്റെ കൂടെ ആരുമില്ലെങ്കിൽ ഒരാളുണ്ട്. ആരാ? നസ്രനായ യേശു. ഹല്ലേലൂയ. കർത്താവ് വരുന്നവരെ ഈ ലോകത്തിൽ നിനക്ക് ഹല്ലേലൂയ ഒരു കൂട്ടുകാരനെ ദൈവം തന്നിട്ടുണ്ട്. ആരാ ആ കൂട്ടുകാരൻ? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നിന്റെ വേദന പറയാൻ, നിന്റെ സന്തോഷം പറയാൻ, ഹല്ലേലൂയ എന്ത് വേണേ പറയാൻ നിന്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ. ആരാത്? പരിശുദ്ധാത്മാവ്. ആമേൻ. നീ ഏത് അവസ്ഥയിലാണെങ്കിലും, നീ പണമുള്ളവനാണെങ്കിലും, നീ പാപമാണെങ്കിലും, നീ സന്തോഷമുള്ളവനാണെങ്കിലും, നീ ഒന്നുമില്ലാത്തവനാണെങ്കിലും, ആമേൻ സ്തോത്രം, നീ ഭാരത്തിൽ കുഴിയിലാണെങ്കിലും, ആമേൻ നീ സന്തോഷത്തിന്റെ ആമേൻ സ്തോത്രം കിണറിലാണെങ്കിലും, എല്ലാ നിമിഷം നിന്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം, ആ ദൈവമാണ് ആമേൻ കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ ഹൃദയം തകർന്നവരോട് ഞാൻ പറയട്ടെ, താഴ്മയോടവരോട് ഞാൻ പറയട്ടെ, എപ്പോഴും നിന്റെ കൂടെ ഉണ്ട്. ആര്? എന്റെ ദൈവം. ആമേൻ. The Lord is close. അതിനർത്ഥമുണ്ട്, ജോബിൻ ബ്രദറിന്റെ കൂടെ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയാം. ജോബിൻ ബ്രദറിന്റെ കൂടെ എനിക്കൊരു അടുപ്പമുണ്ടെന്നും പറയാം. വ്യത്യാസം മനസ്സിലായോ? ഹല്ലേലൂയ. ജിനു ബ്രദറോട് എനിക്ക് അടുപ്പമുണ്ട്, രജിച്ചാനോട് രജിച്ചാന്റെ കൂടെ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇത് പറയുമ്പോൾ രണ്ടർത്ഥമാ. അടുപ്പമുള്ളവൻ എക്സാമ്പിൾ ആണ്. അടുപ്പമുള്ളവനോടാണ് എനിക്ക് കുറച്ചുകൂടി ആമേൻ റിലേഷൻഷിപ്പ് ഉണ്ട്, ബന്ധമുണ്ട് എനിക്ക് റൈച്ചന്റെ കൂടെ. പക്ഷെ ജിനു ബ്രദറിന്റെ കൂടെ എനിക്ക് അടുപ്പമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ തകർന്നവന് കൂടെ യഹോവ സമീപസ്ഥൻ. He is close. ആമേൻ. ആ റിലേഷൻഷിപ്പിൽ വേറെ ആരുമില്ല. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഭാര്യയ്ക്ക് ഭർത്താവിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഹല്ലേലൂയ. പക്ഷെ ആ ലിമിറ്റിന്റെ അപ്പുറത്താണ് ദൈവം നിൽക്കുന്നത്. ആമേൻ. നീ തകർന്നവനാണെങ്കിലും, നീ താണ്ടുള്ള ജീവിക്കനാണെങ്കിലും, എന്റെ യഹോവ സമീപസ്ഥൻ. ആമേൻ. അത് താഴ്മയുള്ളവന് മാത്രമേ അത് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. അഹങ്കാരത്തിൽ ജീവിക്കുന്നവന് ആ ഒരു പദവിയില്ല. ഹല്ലേലൂയ. അഹങ്കാരത്തിന്റെ നിലവാരത്തിൽ, അഹങ്കാരത്തിന്റെ ഹൈറ്റിൽ നിൽക്കുന്നവന് ഈ ഒരു പദവിയില്ല. പക്ഷെ താഴ്മയുള്ള ജീവിക്കുന്നവനാണ് കിട്ടുന്ന പദവി. യഹോവ സമീപസ്ഥൻ. ആമേൻ. സ്വർഗ്ഗത്തിൽ ദൂതനെ കമാൻഡ് ചെയ്ത ദൈവം നിന്റെ സമീപസ്ഥൻ. ഹല്ലേലൂയ. നിന്റെ ചുറ്റും, നിന്റെ അടുത്തുണ്ട്. അപ്പൊ താഴ്മയുള്ളവനായിട്ട് ജീവിച്ചാൽ കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. കർത്താവിന്റെ കൂടെ ഉള്ളപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത്, നിന്റെ പ്രവൃത്തികളിൽ മാറ്റം വരുന്നത്, നിന്റെ സംസാരത്തിൽ മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ വാഗ്ദത്തം റിലീസ് ആകണമെങ്കിൽ, അനുഗ്രഹങ്ങൾ കിട്ടണമെങ്കിൽ, ആമേൻ സ്തോത്രം, ദൈവികമായ അനുഗ്രഹങ്ങൾ കിട്ടണമെങ്കിൽ, ആമേൻ താഴ്മയുള്ളവനായിട്ട് ജീവിക്കണം. ആമേൻ സ്തോത്രം. രണ്ടാമത്തത് സങ്കീർത്തനം 25-ന്റെ 9-ാമത്തെ വാക്യം. Amen. He guides the humble in what is right. He teaches them his way. ഒരു അഹങ്കാരത്തിൽ നിൽക്കുന്നവനോട് എത്ര പറഞ്ഞാലും അവന് മനസ്സിലാവില്ല. കാരണം അവന്റെ തല മൊത്തം ഇരിക്കുന്നെന്താ അറിയാം? ഞാൻ എന്തോ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുമല്ലേ ഇന്ന് ക്രിസ്ത്യ കോളത്തിലും നടക്കുന്നത്. ആമേൻ സ്തോത്രം. ഒരു പേര് കേട്ട ദേവദാസനോട് എന്തെങ്കിലും പേരില്ലാത്ത ദേവദാസൻ എന്തെങ്കിലും പറഞ്ഞാൽ, എക്സ്ക്യൂസ് മീ, ആരാണ് താങ്കൾ? ഞാൻ ആരാണെന്ന് അറിയാം? എന്റെ പുറകെ ഇരിക്കുന്ന ലൈബ്രറിയിൽ പുസ്തകം നീ എണ്ണം കണ്ടിട്ടുണ്ടോ? ഞാനൊരു പണ്ഡിതനാണ്, ഞാനൊരു ഡോക്ടറേറ്റ് എടുത്തവനാണ്, ഞാനൊരു റെവറൻഡ് ആണ്. എന്നെയാണോ താങ്കൾ പഠിപ്പിക്കുന്നത്? ഹല്ലേലൂയ. ഇങ്ങനെ ആരോടും ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇരിക്കുന്നവരോടും ദൈവത്തിന് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം why? I am something. ഹല്ലേലൂയ. അപ്പൊ ഈ കസേര ഇവിടെ ഇരിക്കുമ്പോൾ സ്തോത്രം പോസ്റ്റ് പോലെ ഇരുന്നാൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് കഴിവില്ല എന്നിട്ടാണോ? ഇവിടെ ആർക്കെങ്കിലും വിചാരമുണ്ടോ? അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും വിചാരമുണ്ടോ എന്റെ ദൈവത്തിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്? ഇല്ല. ആ ശ്വാസം, ഇറങ്ങിയ ശ്വാസം, ദൈവം പറയാം, ശ്വാസമേ അവിടെ നിൽക്കും, അവിടെ ഒന്ന് നിൽക്കാൻ പറഞ്ഞ കഴിഞ്ഞു, ഫിനിഷ്ഡ്, എൻഡ് ഓഫ് ദ സ്റ്റോറി. ആമേൻ. ഞാൻ അഹങ്കാരത്തോടെ ജീവിച്ചാൽ എനിക്ക് ഇഷ്ടമില്ല, ദൈവം ക്ഷമിക്കും. ഒരു ലിമിറ്റ് വരെ ദൈവം വെയിറ്റ് ചെയ്യും.
ഹല്ലേലൂയ. പിന്നെ വേണമെങ്കിൽ കൈവിട്ടേക്കും. ഹല്ലേലൂയ. പിന്നെ ഞാൻ ഇനി ദൈവത്തിന്റെ ജനത്തിനെ ഞാൻ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ പിന്നെ ദൈവത്തിന്റെ വിധമാണ്. അവ പറയും, ശ്വാസമേ സൈത്യനകത്ത് കയറിയല്ലോ, നിൽക്കവിടെ കഴിയും. ഐ ആം ഡൺ. സജിത്ത് ഹിസ്റ്ററി. സജിത്ത് പിന്നെ ഒരു ഹിസ്റ്ററി ആയി മാറും. അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ ദൈവത്തെ അറിയുന്നുണ്ടോ? ആ ദൈവത്തെ ഒന്ന് അറിയുന്നുണ്ടോ? അത് ദൈവത്തിന് ആർക്കെങ്കിലും വിചാരമുണ്ടോ ദൈവത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലെന്ന്? വിശ്വാസത്തിൽ 50 വർഷമായി ഞാൻ അവനെ പാന പോലെയാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ വിചാരമുള്ളവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ അഹങ്കാരം മാറ്റണം. ആമേൻ. ദൈവത്തിന് സംസാരിക്കണമെങ്കിൽ അഹങ്കാരമുള്ളവരെ ദൈവത്തിന് വേണ്ട. പക്ഷെ ദൈവം പഠിപ്പിക്കുന്നത് താഴ്മയുള്ളവനെ. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ താഴ്മയോടെ ജീവിച്ചു. ആമേൻ. വളരെ സൗമ്യതയോടെ ജീവിച്ചു. അവൻ എന്തുമാത്രം ശുശ്രൂഷകളാണ് എന്റെ ദൈവം ചെയ്തത്. ഹല്ലേലൂയ. ആർക്കെങ്കിലും ഏത് പാസ്റ്റർമാർക്ക് ഏത് പ്രീസ്റ്റിന് ഇതുപോലത്തെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ? കാരണം മനുഷ്യന് എവിടോ ഒരു അഹങ്കാരം എവിടോ കയറി പോകും. പക്ഷെ കർത്താവ് ആദ്യം മുതൽ അവസാനം വരെ the perfect example of humbleness, Jesus Christ. Hallelujah. അവസാനം വരെ താഴ്മയോടെ ജീവിച്ചു. അതുകൊണ്ടല്ല ഒന്നിന്റെ പുറകെ ശുശ്രൂഷ ദൈവം ചെയ്തെടുത്തത്. ഹല്ലേലൂയ. ദൈവം ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? കർത്താവായ ദൈവം ഇത്ര നാൾ മുഴുവൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ശുശ്രൂഷകൾ ചെയ്തു. ഇത്ര ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവിന് ചെയ്യാൻ എന്തുകൊണ്ട് സാധിച്ചെന്ന് അറിയാവോ? കർത്താവ് താഴ്മയുള്ളവനായിട്ട് ജീവിച്ചു. ഹല്ലേലൂയ. താഴ്മയുള്ളവനോട് മാത്രമേ ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. ആ താഴ്മയുള്ളവന് സത്യം എന്താണെന്ന്, താഴ്മയുള്ളവനോട് ഹല്ലേലൂയ വഴി എന്തുവാണെന്ന്, ആ താഴ്മയുള്ളവനോട് മാത്രമേ ഇത് പറയാൻ സാധിക്കത്തുള്ളൂ. ആമേൻ. And it teaches them his way. ആരുടെ വഴി? കർത്താവിന്റെ വഴി. ഹല്ലേലൂയ. കാരണം താഴ്മയുള്ളവന് മാത്രമേ ഹല്ലേലൂയ അത് മനസ്സിലാക്കാൻ, അത് ഏറ്റെടുക്കാൻ, അത് സത്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് താഴ്മയുള്ളവന് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഇതെല്ലാം അറിയേണ്ടത്. പക്ഷെങ്കിൽ I am nothing still. Amen. സ്തോത്രം. Believing in my God. ഇപ്പോഴും ഞാൻ എന്റെ കർത്താവിന്റെ മേൽ ആശ്രയിക്കുന്നു. ഞാൻ പ്രായം 50 വയസ്സാണെങ്കിലും, പ്രായത്തിൽ എനിക്ക് 60 വയസ്സുണ്ടെങ്കിലും, ഞാൻ എത്ര PhD എടുത്താലും, ഞാൻ എത്ര റെവറൻ ആണെങ്കിലും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്നും എന്നെ പഠിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കണം ഈ ദൈവസഭയിലുള്ളവർ. അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കണം ഈ ലോകമെമ്പാടുമുള്ളവർ. ആമേൻ. താഴ്മയുള്ളവന് മാത്രമേ ദൈവത്തിന് പ്രസാദിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. Glory to you, Jesus. Glory to you, Jesus. Glory to you, Jesus. Book of Proverbs 11ന്റെ 2ാമത്തെ വാക്യം വായിക്കാം. Book of Proverbs 11ന്റെ 2ാമത്തെ വാക്യം. Amen. Amen. Proverbs 11ന്റെ 2ാമത്തെ വാക്യത്തിൽ പറയുന്നു, when pride comes, then comes disgrace, but with humility comes wisdom. ഹല്ലേലൂയ. അഹങ്കാരമുള്ളവനായിട്ട് നിനക്ക് ജീവിക്കാൻ ഒരു കുഴപ്പമില്ല. അഹങ്കാരമുള്ളവനായിട്ട് നിനക്ക് നിന്റെ ജീവിതം മുഴുവനായിട്ട് ജീവിക്കാമോ? ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ ഈ ലോകത്തിൽ നീ നാണം കെട്ടില്ലെന്ന് വരും. പക്ഷെ ഒരു സ്ഥലമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ന്യായം വിധിക്കുന്നവന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഒരു സമയം വരും, ഒരു ചോദ്യം വരും. അന്ന് നീ നാണം കെടും. പക്ഷേ ആമേൻ ദാസനായിട്ട് നീ ജീവിച്ചാൽ, താഴ്മയുള്ളവനായിട്ട് ജീവിച്ചാൽ ഒരു പുതിയ കൃപ നിനക്ക് തരും. ആ കൃപയാണ് the gift of wisdom. Hallelujah. Amen. Amen. സ്തോത്രം. gift of wisdom. Amen. താഴ്മയുള്ളവന് ദൈവം തരും. Amen. ആ wisdom ഉള്ളവന് അറിയാം ഈ ലോകത്തിൽ എത്ര പ്രതാപം നേടിയാലും അതെല്ലാം വേസ്റ്റ്. Amen. ആ wisdom ഉള്ളവന് അറിയാം Amen. ഈ ലോകത്തിൽ ഞാൻ എന്ത് നേടിയാലും Amen. സ്തോത്രം. എന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്റെ ജീവിതം വേസ്റ്റ് എന്ന് ആ wisdom ഉള്ളവന് അറിയാം. ആ wisdom ഉള്ളവന് അറിയാം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും സ്തുതിക്കണമെന്ന് ആ ഇഷ്ടമുള്ളവൻ അറിയാം.
ഞാൻ വെറുതെ ഇവിടെ വന്നതല്ല, ഞാൻ വെറുതെ ടൈം പാസിന് വേണ്ടി ഈ ലോകത്തിൽ ജനിച്ചതല്ല. ഇഷ്ടമുള്ളവൻ അറിയാമ ദൈവം എനിക്ക് ഒരു താലന്ത് തന്നത്, ഹല്ലേലൂയ, അത് 100 മടങ്ങായി തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇഷ്ടമുള്ളവൻ അറിയാമ അവൻ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് ഇന്ന് വരെ ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഇഷ്ടമുള്ളവൻ അറിയാമ അവന്റെ സ്നേഹത്തിന് കൊണ്ട് മാത്രമാണ് ഇന്ന് വരെ ഞാൻ ഇവിടെ നിലനിൽക്കുന്നത്. ഇതിന് എന്റെ അഹങ്കാരത്തിനോ ഒരു വഴിയില്ല, എന്റെ പണത്തിനോ ഒരു പദവിയില്ല, എന്റെ ശരീരത്തിനോ ഒരു സ്ഥാനമില്ല. സ്ഥാനമുള്ളത് എന്റെ യഹോവയ്ക്ക് മാത്രമാണ്. സ്ഥാനമുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമാണ്. ഇത് കിട്ടുന്നത് താഴ്മയുള്ളവനക്ക് മാത്രമാണ്. താഴ്മയുള്ളവനായിട്ട് നീ ജീവിച്ചാൽ യഹോവ നിന്റെ സമീപസ്ഥന്. അവൻ താഴ്മയുള്ളവനായിട്ട് നീ ജീവിച്ചാൽ യഹോവ നിന്നെ വഴി കാണിക്കും. താഴ്മയുള്ളവനായിട്ട് നീ ജീവിച്ചാൽ ദൈവം നിന്നെ ഉയർത്തും. ആമേൻ. God opposes the proud, but he raises the humble. Humble yourself and the Lord will lift you up in Jesus name. കരങ്ങൾ ഉയർത്തുക, ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. അവൻ സ്വന്തം ദൈവം പോലെ ആയിട്ടും ദൈവത്തിന്റെ അധികാരം ഉണ്ടായിട്ടും ഇതൊന്നും സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിക്കാതെ ജീവിച്ച ഒരേ ഒരു മനുഷ്യനാണ് നസ്രനായ യേശു എന്ന ദൈവം. മനുഷ്യന് അവന്റെ അധികാരം കിട്ടിയാൽ അവന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്. പക്ഷെ നിന്നെ അതിന് പ്രൊട്ടക്ട് ചെയ്യാൻ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവിന് സ്ഥാനം കൊടുക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അംഗീകാരം കൊടുക്കുകയും വേണ്ടത് പറഞ്ഞാൽ വേണ്ട. താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി ഒരു കള്ളം നീ പറഞ്ഞാൽ ആ കള്ളം പിടിച്ചു നിർത്താൻ വേറെ 100 കള്ളം പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ കണ്ണ് നിന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ എടുത്ത കളാണ്. ഹല്ലേലൂയ. ആ സമയത്ത് ചില സ്ഥാനത്തിനു വേണ്ടി, ആ സമയത്ത് ചില പദവിക്ക് വേണ്ടി നീ വാർത്ത കള്ളം പറയുവാണെങ്കിൽ ആ പദവി എനിക്ക് വേണ്ട എന്ന് പറ. ഹല്ലേലൂയ. ആ സ്ഥാനം എനിക്ക് വേണ്ട എന്ന് പറ. അവൻ താഴ്മയുള്ളവനായിട്ട് ഞാൻ ജീവിക്കും, താഴ്മയുള്ളവനായിട്ട് ഞാൻ മരിക്കും. ആമേൻ. എത്ര പേർക്ക് അങ്ങനെ തീരുമാനമെടുക്കാൻ പറയുക. ഹല്ലേലൂയ. എത്ര സമ്പത്ത് കയ്യിലുണ്ടെങ്കിലും, എത്ര പണമുള്ളവനാണെങ്കിലും താഴ്മയുള്ളവനായിട്ട് ഞാൻ ജീവിക്കും. എന്തിനാ ഞാൻ ജീവിക്കും? എന്റെ കർത്താവ് എന്റേത് ആവശ്യപ്പെടുന്നു. എന്റെ കർത്താവ് എന്റേത് ആവശ്യപ്പെടുന്നു. എന്റെ കർത്താവ് എന്റേത് ആവശ്യപ്പെടുന്നു. ദൈവത്തിന്റെ വചനം ഫിലിപ്പിയർക്ക് ലേഖനം 2:6-9 വരെ വ്യക്തമായി പറയുന്നു. അതാണ് നമ്മൾ വായിച്ചത്. താഴ്മയുള്ളവനായിട്ട് ജീവിക്കുമ്പോൾ ചിലവർക്ക് വേറൊരു സ്വഭാവമുണ്ട്. ചിലവരുണ്ട് താഴ്മയുള്ളവനായിട്ട് ജീവിക്കാൻ സാധിക്കത്തില്ല, അഹങ്കാരത്തിലേ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി താഴ്മയായിട്ട് ജീവിച്ചാൽ ചിലവർക്ക് വേറെ പ്രശ്നമുണ്ട്, വാ തുറക്കത്തില്ല. എത്ര തെറ്റ് കണ്ടാലും മിണ്ടാതിരിക്കും. വിട്ടുകള, നമുക്കതൊന്നും വേണ്ട, നമ്മളൊന്നും കാണണ്ട, നമ്മൾ കേട്ടില്ല, നമ്മൾ പറഞ്ഞില്ല, താഴ്മയോടെ ജീവിക്കാം. അങ്ങനെ പറയുന്നവരുമുണ്ട്. അറിയാമോ? അങ്ങനെ പേരൊന്നും എടുക്കണ്ട, അറിയാവുന്നവരുണ്ടല്ലോ. താഴ്മയോടെ ജീവിക്കും. ദൈവജനത്തിന്റെ അഗേൻസ്റ്റ് ക്രൂരത നടന്നാലും വാണിച്ചിരിക്കും. ഹല്ലേലൂയ. ഒരു പാസ്റ്ററിനെ ഹല്ലേലൂയ സഭായോഗം കഴിഞ്ഞ് ഒരു 10 ജനങ്ങൾ ക്രൂശീകരിക്കുമ്പോൾ മറ്റവർ സൈഡിൽ മിണ്ടാതിരിക്കും. അയ്യോ പോകരുത്, അയ്യോ മിണ്ടാതിരിക്കുക. ഇനി അച്ഛൻ പോകാൻ പോയാൽ പിടിച്ചിരുത്തും. വേണ്ട, പോയിട്ട ഇതും താഴ്മയോട് ജീവിച്ചു. ഒന്നും പറയരുത്. അനീതി സംഭവിച്ചാൽ ഒന്നും പറയരുത്. ആമേൻ. അതും താഴ്മയുടെ വേറൊരു ഭാഗമാണ്. ആരെ സൃഷ്ടിച്ച? മനുഷ്യൻ. പക്ഷെ റോമർക്കെഴുതിയ ലേഖനം 12:11 വാക്യം ഒന്ന് വായിച്ച്. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 12:11 വാക്യത്തിൽ പറയുന്നു, never be lacking in zeal but keep your spiritual fervor. ഹല്ലേലൂയ. താഴ്മയോട് ജീവിക്കുമ്പോൾ ആമേൻ, താഴ്മയുടെ കൂടെ അകത്തിരിക്കുന്ന വെളിച്ചവും അങ്ങോട്ട് ആകുമോ? മനസ്സിലായോ? ഹല്ലേലൂയ. താഴ്മയോട് ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെ അകത്തിലുള്ള വെളിച്ചവും ഇങ്ങനെ താഴ്മയോടെ ജീവിക്കുക. കത്തൊന്നുമില്ല, അന്ന് അത് പോയോ അതുമില്ല. ഇങ്ങനെ അവസാനം ഈ കാൻഡിൽ തീരുമ്പോ അവസാനമുള്ള വെളിച്ചം കണ്ടിട്ടുണ്ടോ? അത് അണയുന്നുമില്ല, അത് വലിയ കത്തൊന്നുമില്ല, അതുപോലെ ഇരിക്കും.
അതാണ് പകുതിയുള്ള ആൾക്കാർ. 85% ഉള്ള ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നത്. ഗുണത്തിനും പോകത്തില്ല, ദോഷത്തിനും പോകത്തില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ താഴ്മയോടെ ജീവിക്കുമ്പോൾ ആമേൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള വാഞ്ച അത് പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആഗ്രഹങ്ങൾ ആമേൻ സ്തോത്രം അത് അണഞ്ഞു പോകരുത്. എവിടെയെങ്കിലും തെറ്റുള്ള സുവിശേഷം കാണുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ചോദിക്കണം ബഹുമാനത്തോടെ. പാസ്റ്ററെ, ഇത് ഏത് അടിസ്ഥാനത്തിലാണ് അങ്ങ് പറഞ്ഞത്? അതിൽ കാട് കയറി കോളർ പിടിച്ച് ചെവിക്കൽ അടിക്കാനല്ല ദൈവവചനം പഠിപ്പിക്കേണ്ടത്. സ്തോത്രം താഴ്മയോടെ ആമേൻ സ്തോത്രം ചോദിക്കണം. ഇത് എവിടെയാണ് അങ്ങ് പഠിപ്പിച്ചത്? ആമേൻ സ്നേഹത്തോടെ സമാധാനത്തോടെ വരെ ഒരു പരിഹാരം കൊണ്ടുവരണം. ദൈവസഭ ഒരു ചന്തയല്ല, ദൈവസഭ ഒരു മാർക്കറ്റ് അല്ല, ദൈവസഭ ഒരു ഷോപ്പിംഗ് മോൾ അല്ല. ആർക്ക് വേണേ കയറി എന്തു വേണേ ചെയ്ത് എന്തു വേണേ പറഞ്ഞ് ഇറങ്ങി പോകുന്ന സ്ഥലമല്ല. ദൈവത്തിന്റെ സഭ വിശുദ്ധമുള്ള സഭ, ദൈവത്തിന്റെ സഭ വിശുദ്ധമുള്ള ആലയം, ദൈവത്തിന്റെ സഭ സ്വർഗത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം വസിക്കുന്ന സ്ഥലമാണ് ദൈവത്തിന്റെ സഭ. അപ്പൊ ദൈവത്തിന്റെ സഭയിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുവാണെങ്കിൽ, ദൈവത്തിന്റെ സഭയിൽ എന്തെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതപ്രകാരം ഇല്ലാത്ത പ്രവർത്തികളോട് ഉണ്ടെങ്കിൽ അവൻ ദൈവസഭയെ താഴ്മയോടെ ജീവിക്കുന്നവരുടെ അവരോട് ഞാൻ പറയട്ടെ, ദൈവവചനം പറയുന്നു, നീ മിണ്ടാതിരിക്കരുത്. Never be lacking in zeal. Hallelujah. You should have that fire inside you. Hallelujah. നിന്റെ ഉള്ളിൽ ആ തീ കത്തണം. എന്റെ ദൈവത്തിന്റെ നാമമാണ് ഇവിടെ ഇൻസൾട്ട് ആകുന്നത്, എന്റെ ദൈവത്തിന്റെ പ്രവർത്തികളാണ് ഹല്ലേലൂയ ഇവർ കുറ്റം പറയുന്നത്. No, I will stand. Hallelujah. എന്റെ ദൈവത്തോട് ആരെങ്കിലും എന്തെങ്കിലും നന്ദികേട് പറഞ്ഞാൽ അവരോട് ഞാൻ ചോദിക്കും, ഏത് അടിസ്ഥാനത്തിലാണ് അങ്ങ് ഇത് പറയുന്നത്? ദൈവവചനം സത്യമല്ല, ദൈവസഭ സത്യമല്ല. അങ്ങനെ ആരെങ്കിലും പറയുവാണെങ്കിൽ നോ ചോദിക്കണം, എവിടുന്നാണ് അങ്ങേക്ക് ഈ ഫിലോസഫി കിട്ടിയത്? നോ. ഹല്ലേലൂയ. എപ്പോഴും തീ കത്തണം നിന്റെ ഉള്ളിൽ. ബൈബിളിലുണ്ടല്ലോ എല്ലാത്തിനും. ബൈബിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറിയുടെ മീനിങ് ഒന്ന് മാത്രമല്ല, അനേക വ്യാഖ്യാനങ്ങളുണ്ട് അതിന്, അനേക വ്യാഖ്യാനങ്ങളുണ്ട് അതിന്. നമ്മളത് പഠിക്കുമ്പോൾ, ശരിക്കും പഠിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്കത് പറഞ്ഞു തരുന്നത്. സ്തോത്രം. ആമേൻ. എന്തെങ്കിലും അനീതി നടക്കുമ്പോൾ മിണ്ടാതിരിക്കരുത്. ഹല്ലേലൂയ. ഏറ്റവും വലിയ ഉദാഹരണമാണ് ശമൂവേൽ പ്രവാചകൻ ചെയ്തത്. ശൗലിനോട് പറഞ്ഞു, 7 ദിവസം കാത്തിരിക്കെ, ഞാൻ വരും, വന്ന് ഞാൻ യാഗം കൊടുക്കാം എന്ന് ശൗലിനോട് പറഞ്ഞു. പക്ഷെ 7 ദിവസം ശമൂവേലിനെ കാണാത്തോണ്ട് ആമേൻ അവന്റെ കൂടെ നിന്ന പട്ടാളത്തിന്റെ പ്രഷർ കാരണം കൊണ്ട് ആമേൻ ശൗൽ അങ്ങ് യാഗം കൊടുത്തു. ശമൂവേൽ വന്നപ്പോൾ പറഞ്ഞു, ഇത് രാജാവാ, ഇസ്രായേലിന്റെ രാജാവാ. ഈ രാജാവിന്റെ പുറകിലെ വടിയും വാളും ചെങ്കോളും എടുത്ത് അവൻ പട്ടാളക്കാരെ ബാക്കി നിൽക്കുന്നു. ഇനി ഞാൻ വാ തുറന്ന എന്റെ തല ഇവിടെ ഇല്ല, താഴെ ആയിരിക്കുമെന്ന് ശമൂവേലിന് വേണ്ടി ചിന്തിക്കാമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അനീതി നടക്കുമ്പോൾ ശമൂവേൽ പറഞ്ഞില്ല, ഞാൻ വാ തുറന്നാൽ ഇനി മുതൽ ഈ തുറന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം തുറക്കാൻ എന്റെ കഴുത്തിന്റെ മേൽ തല കാണത്തില്ലെന്ന് ശമൂവേലിനെ ചിന്തിക്കാമായിരുന്നു. പക്ഷെ എങ്കിൽ അദ്ദേഹത്തെ ഭരിച്ചത് എന്തോന്നറിയാം? ദൈവത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. തെറ്റാണ് പറയാനുള്ള ചങ്കുറ്റം ശമൂവേൽ പ്രവാചകന് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശൗലിനോട് പറഞ്ഞു, ഇനി മുതൽ നീ രാജാവായി നിൽക്കുന്നില്ല. ഹല്ലേലൂയ. ഇനി മുതൽ നീ രാജാവായി നിൽക്കത്തില്ല. ഒരു രാജാവിനോട് പറയുക, ഇനി മുതൽ നീ രാജാവായി നിൽക്കത്തില്ലെന്ന്. നിന്റെ സിംഹാസനം ദൈവം മാറ്റിക്കളയാൻ പോവാന്ന്. ഹല്ലേലൂയ. വേണേ ക്രോധത്തിന് ശൗലിനെ വേണേ വാളെടുത്ത് വെട്ടാമായിരുന്നു. പക്ഷെ ആ വാളിനെ പിടിച്ചു നിർത്തിയ ഒരു ദൈവമുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതുപോലത്തെ റൂള് പാസ്സാകാതിരിക്കുവാൻ ശൗലിന്റെ വാ അടച്ച ഒരു ദൈവം അവിടെ ഉണ്ട്. ഹല്ലേലൂയ. എന്റെ ദാസൻ സംസാരിക്കുമ്പോൾ മിണ്ടി പോകരുതെന്ന് കൽപ്പിച്ച ഒരു ദൈവം അവിടെ ഉണ്ട്. ഹല്ലേലൂയ. അവൻ വാ തുറക്കുന്നത് എന്റെ ആലോചനയാണ് അവൻ പറയുന്നത്. എന്റെ ഹൃദയത്തിൽ തുടിക്കുന്ന അവൻ ഹിതമാണെന്ന് ദൈവത്തിന് അറിയാമ. അതുകൊണ്ട് ദൈവജനമേ, ഇനി എന്ത് സംഭവിക്കുമെന്ന് നീ പേടിക്കരുത്. അതുകൊണ്ട് എവിടെ പോയി എന്ത് വേണേ പറയാമെന്നല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് പ്രകാരം. ഞാൻ പറയട്ടെ, വീണ്ടും ഞാൻ പറയാം. എന്തോ ഇങ്ങനെ സരിത്ത് പറഞ്ഞു, അതുകൊണ്ട് നാളെ ഞാൻ പോയി ആമേൻ സ്വന്തം ആരോട് എന്തോ വേണേ വിളിച്ചു പറയാം എന്നല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, നോ, അത് ഇല്ലെന്ന് പറഞ്ഞാൽ
ഇല്ലെന്ന് പറയണം ദൈവസഭ. ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ചിലവർക്ക് കിട്ടുന്ന ഭാഗ്യം മാത്രമാണ്. ആർക്കും താഴ്മയോടെ ജീവിക്കുന്നവന് ആമേൻ. ആ ദേശത്തിൽ ഏറ്റവും വലിയ പ്രവാചകനായിരുന്നു ആ സമയത്ത് ശമൂവേൽ പ്രവാചകൻ. ഞാൻ വലിയൊരു പ്രവാചകനാ, എന്നോട് പറഞ്ഞു വായിക്കല്ല, എന്നോട് സംസാരിക്കല്ല, എനിക്ക് ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുമെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. പക്ഷെ എവിടെ ദൈവം പോകാൻ പറഞ്ഞോ അവിടെ അദ്ദേഹം പോയി. എന്തൊക്കെ പറയാൻ പറഞ്ഞോ അദ്ദേഹം പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ പ്രവാചകനായത് എന്റെ യേശു തീരുമാനിച്ചുകൊണ്ട്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജിക്കാൻ പറ്റിയത് എന്റെ ദൈവത്തിന്റെ ഹിതം. ഈ ആലോചന ആയിരിക്കണം നിന്നെ ഭരിക്കേണ്ടത്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ മഹത്വമല്ല, നീ ചെയ്ത പുണ്യപ്രവൃത്തിയല്ല, അവന്റെ വൻ കൃപ കൊണ്ട് മാത്രമാണ് ഇന്ന് സമാധാനത്തോടെ നീ കസറയിരിക്കുന്നത്. നീ ഇന്ത്യയിലായിരുന്നെങ്കിൽ പേടിച്ച് നീ ജീവിച്ചത് ഇപ്പോൾ. ഹല്ലേലൂയ. നീ ഇന്ത്യയിലായിരുന്നെങ്കിൽ ഭവനത്തിന് വെളിയിറങ്ങാൻ നീ പേടിച്ചേനെ. ആമേൻ. ഈ ഭാഗ്യം നീ വിട്ട് കളയരുത്. സ്തുതിക്കാൻ കിട്ടുന്ന നേരം ദൈവത്തെ മനസ്സ് തുറന്ന് സ്തുതിച്ചോണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ താഴ്മയുള്ളവനായിട്ട് നീ ജീവിച്ചാൽ ദൈവം സമീപസ്ഥാന. ആമേൻ. താഴ്മയുള്ളവനായിട്ട് ജീവിച്ചാൽ ശരിയായ വഴി ദൈവം കാണിച്ചു തരുക. താഴ്മയുള്ളവനായിട്ട് ജീവിച്ചാൽ യഹോവ നിന്നെ ഉയർത്തുക. താഴ്മയുള്ളവനായിട്ട് ജീവിച്ചാൽ യഹോവ നിനക്ക് പരിജ്ഞാനം തരുക. ഇതാണ് മനുഷ്യൻ ഇല്ലാത്തത്. എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് വിവരമുണ്ടെന്ന് അഭിനയിക്കുക. പക്ഷെ ചില സമയത്ത് നിന്റെ തീരുമാനങ്ങൾ നിന്റെ പടക്കുഴിയിൽ കൊണ്ടുപോയിട്ടില്ലേ? യേശുവിന്റെ അധികാരമുള്ള നാമത്തല്ല നിന്റെ വിവേകം, നിന്റെ വിസ്റ്റം, നിന്റെ ബുദ്ധി, നിന്റെ എബിലിറ്റി, നിന്റെ ടാലന്റ് നിന്റെ പടക്കുഴിയിൽ കൊണ്ടുപോയിട്ടില്ലേ? പക്ഷെ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, യഹോവ തന്ന ആലോചന പ്രകാരം നീ ജീവിച്ചപ്പോൾ എത്ര പ്രാവശ്യം നീ പടക്കുഴിയിൽ വീഴുക? ആമേൻ. നിനക്ക് പറയാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. യഹോവ നിന്നെ വഴി നടത്തിയാൽ അതൊരു ജയാളിയുടെ ആമേൻ വഴിയായിട്ട് മാറും. ആമേൻ. യഹോവ നിന്നെ വഴി നടത്തിയാൽ അത് ജയത്തിന്റെ ഒരു ജീവിതമായി മാറും. കാര്യങ്ങൾ അടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത് സാഹിത്യം പറയുന്നില്ല, ദൈവത്തിന്റെ വിശുദ്ധ വചനമാണ് ഇത് പറയുന്നത്. താഴ്മയുള്ളവനായിട്ട് ജീവിച്ചാൽ തക്ക സമയത്തിൽ അവന്റെ ഭണ്ഡാരത്തിൽ ഇരിക്കുന്ന അനുഗ്രഹം നിനക്ക് വേണ്ടി തുറക്കുന്ന ദൈവം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജീവിതത്തിൽ ഒരു തീരുമാനം പുറപ്പെടേണ്ട ദൈവസഭ. ഹല്ലേലൂയ. ആമേൻ. ഉത്തരനാളില്ല. എന്നാണ് ഈ ദേശത്ത് കോവിഡ് വരുന്നത് പറയാൻ പറ്റത്തില്ല. ആർക്കും പറയാൻ പറ്റത്തില്ല. ന്യൂസിലൻഡിൽ കോവിഡ് ഇല്ലെന്ന്. ഐസൊലേഷൻ ഫെസിലിറ്റിയിൽ ചില കോവിഡ് കേസ് കാണുമ്പോൾ ഒരു തലതിരിഞ്ഞവൻ അവിടെ ഇറങ്ങി പോയാൽ, ഒരു ഷോപ്പിംഗ് മോളിൽ അവൻ കയറിയാൽ ആ ജനം മുഴുവൻ ഇൻഫെക്റ്റ് ആയി മാറും. അഹങ്കരിക്കരുത്, അഹങ്കരിക്കരുത്. ആമേൻ. ഏറ്റവും സുരക്ഷയുള്ള ദേശത്തിലാണ് ഞാൻ താമസിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ലെന്ന് ചിന്തിക്കരുത്. ഒരു തലതിരിഞ്ഞവൻ മതി. വഴി നടക്കുമ്പോൾ ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കി ചെയ്തില്ലെങ്കിലും അതിന്റെ മുമ്പേ അവൻ തുമ്മിട്ടില്ലേ? ചോദിക്കട്ടെ, നമ്മൾ ജോലിയിലിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സഹപ്രവർത്തകർ തുമ്മിട്ടില്ലേ? കോവിഡ് ഉണ്ടോ ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവന് കോവിഡ് ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? So nothing is guaranteed. ഒന്നും guaranteed അല്ല. അവന്റെ വൻ കൃപ. അവന്റെ തലയിൽ മുടി എത്രമാത്രമുണ്ട് അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവന്റെ ഹിതപ്രകാരം താഴ്മയുള്ള ജീവിച്ചാൽ നിന്റെ ജീവിതത്തിൽ എത്ര ദിവസങ്ങളുണ്ടെന്ന് അവനറിയാം. ആ ദിവസം വരെ നിന്നെ അവൻ വഴി നടക്കും. എന്റെ ജീവിതത്തിന്റെ കണക്ക് എനിക്കറിയില്ല. ചിലപ്പോ ഇത് കഴിഞ്ഞായിരിക്കും ദൈവം പറയുന്നത്. മതി സജിതേ, come on. ദൈവം പറയുമായിരിക്കും I don't know. പക്ഷെ അതുവരെ നീ താഴ്മയുള്ളവനായിട്ട് ജീവിച്ചാൽ അവൻ ദൈവം വെച്ചിരിക്കുന്ന ആ വാസ്ത സ്ഥലത്തുള്ള നിനക്ക് വേണ്ടി ഒരു പ്രതിഫലം വെച്ച് അവൻ അനേക ദൂതന്മാരുടെ മുൻപേ, അനേക ദാസന്മാരുടെ മുൻപേ നിന്നെ
കൊടുക്കാൻ ഇവിടെ ഇരിക്കുന്നവർ തയ്യാറാണോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ താഴ്മയുള്ളവന്റെ കൂടെ അനുസരണവും വരും. നീ താഴ്മയുള്ളവനായിട്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമായി നീ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങും. കാരണം താഴ്മയുള്ളവൻ അറിയാം, എന്റെ മിടുക്കല്ല, എന്റെ പുണ്യപ്രവൃത്തിയല്ല, എന്റെ കഴിവല്ല, അങ്ങ് തരുന്നു, ഞാൻ ജീവിക്കുന്നു. അങ്ങ് ദാനമായി തരുന്നു, അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. അങ്ങ് എന്നോട് എന്ത് പറയുന്നു അതുപോലെ ഞാൻ ജീവിക്കും. അങ്ങനെയാണ്. താഴ്മ ഉണ്ടെങ്കിലേ ഒരു അനുസരണം വരത്തുള്ളൂ. അതാണ് വിഷയം, അതാണ് വിഷയം. താഴ്മയില്ല, താഴ്മയില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് അനുസരണം വരെ? ഇന്ന് ഭാര്യമാർ ഭർത്താക്കന്മാരുടെ തലയിൽ കയറി, ഭർത്താക്കന്മാർ എന്തു വേണേ കാണിക്കുന്നു, മക്കളോ പിന്നെ പറയേ വേണ്ട. ഇതാണ് സംഭവം. Humble yourself. സജിത്ത് ഒരു സമയത്തിൽ തീരുമാനിച്ചില്ല 1 സെപ്റ്റംബർ 1986 ജനിക്കണമെന്ന്. സജിത്ത് ഇല്ലായിരുന്നു. പക്ഷെ സജിത്തിനെ സൃഷ്ടിക്കുന്ന മുൻപേ ആ ഡേറ്റ് വെച്ച ദൈവത്തിന് അറിയാം 1 സെപ്റ്റംബർ 1986 സജിത്ത് വരുമെന്ന്. അതുകൊണ്ട് എന്റെ കഴിവല്ല ഇതുവരെ ഞാൻ വന്നത്. എന്റെ ഹൃദയം തുടിക്കുന്നത് ഞാൻ എന്റെ ഹൃദയത്തോട് പറഞ്ഞിട്ടില്ല. 2 മിനിറ്റ് കഴിയുമ്പോൾ പടപടപട അടിക്കണം, 1 മിനിറ്റ് കഴിയുമ്പോൾ സെറ്റിൽ ആകണം, 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പടപട അടിക്കണം. എന്റെ ഹൃദയത്തോട് ഞാൻ പറയാറില്ല. പക്ഷെ ഇതെല്ലാം ചലിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇതിലൂടെ എല്ലാം പറയുന്ന ഒരു ദൈവമുണ്ട്. എന്റെ ഹൃദയത്തോട് ദൈവം പറഞ്ഞാൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അവൻ പണി മുടക്കും. ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ആൻഡ് അലൈഡ് പ്രൊഫഷണൽസ് അറിയുന്നുണ്ടോ വില? ഹല്ലേലൂയ. താഴ്മയുള്ളവനായിട്ട് ജീവിക്കുവേ. ജീവിതത്തിൽ ക്രമം കൊണ്ടുവന്നിട്ട്, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ജീവിതത്തിൽ ക്രമം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ക്രമം കൊണ്ടുവരാൻ ഉള്ള സമയമാണ്, നേരമാണ് ഇത്. അവനവൻ തന്നെയാണ് താഴ്ത്തിക്കുക എല്ലാവരും. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷയോടെ ഞാൻ കേറാൻ പോകുന്നു. 12 മണിയായി. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകൾ അടച്ച് അവരുടെ ജീവിതം, അവരുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി ഒന്ന് സമർപ്പിച്ചാട്ട്, അവൻ ദൈവത്തിന് വേണ്ടി ഒന്ന് സമർപ്പിച്ചാട്ട്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം ഇന്നവരെ ഞാൻ ജീവിച്ചത്, എന്റെ ദൈവമേ എന്റെ ഇഷ്ടപ്രകാരം ഇന്നവരെ ഞാൻ ജീവിച്ചത് എനിക്ക് വേണ്ടി, ഇന്നവരെ ഞാൻ ജീവിച്ചത് അവൻ സ്തോത്രം മറ്റവനെ കുറ്റം പറയാൻ വേണ്ടി. പക്ഷെങ്കിൽ ഇനി മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ ഒരു തീരുമാനം എടുക്കുന്നു. എന്റെ ദൈവമേ ജീവിക്കുമെങ്കിൽ ക്രിസ്തുവിനായി, ഞാൻ പാടുവാണെങ്കിൽ എന്റെ ദൈവത്തിനായി, നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ അവേ സ്തോത്രം, എന്റെ മരണം എനിക്ക് ലാഭം. എത്ര പേർക്ക് പറയാൻ പറ്റും? എത്ര പേർക്ക് പറയാൻ പറ്റും? മരണത്തെ എല്ലാവർക്കും പേടിയുണ്ട്. പക്ഷെങ്കിൽ ചിലവർക്ക് കിട്ടുന്ന പദവിയാണ് മരണം എന്റെ ലാഭം. ഹല്ലേലൂയ. എന്തിനാ? നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ, നല്ല ദാസനായി ഞാൻ തീർന്നതിനാൽ എന്റെ മരണം എനിക്ക് ലാഭം.